അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ടു INT ഗെയിമിംഗ് വിത്ത് എഹ്സാൻ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത് എൻ്റെ പേഴ്സണൽ വീടാണ് കേട്ടോ. മൈൻക്രാഫ്റ്റത്തെ INT HQ എന്നാണ് പറയല്, INT ഹെഡ് ക്വാർട്ടേഴ്സ്. യെസ്, നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഫസ്റ്റ് നെയിമാണ് കേട്ടോ INT. അപ്പം ഇത് വേൾഡ് കുറച്ച് ടൈം എടുക്കും കേട്ടോ ഗൈസ്, ലോഡാവാണ്. കാരണം എന്താ വെച്ചാൽ ഈ വേൾഡ് മോഡിഫൈഡ് വേൾഡാണ്. യപ്പ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. ഇതാണ് കേട്ടോ നമ്മളെ INT HQ ഗൈസ്. ബിൽഡിങ്ങിൻ്റെ വലുപ്പം ഞാൻ ആദ്യം കാണിച്ചു തരാം. അതിൻ്റെ മുമ്പ് എനിക്കൊരു സാധനം കാണിച്ചു തരാണ്ട്. ഇത്രയും വലിയ ബിൽഡിങ്ങും സംഭവമൊക്കെ ഉണ്ടായിട്ട് എന്താ എനിക്കൊരു വണ്ടി ഇല്ല പറഞ്ഞ, പേഴ്സണൽ വണ്ടി ഇല്ല പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ആണ് റോഡ് പോലും ഇല്ല അല്ലേ. അപ്പോൾ ഗൈസ്, ഞാൻ കുറച്ച് നേരം കഷ്ടപ്പെട്ട് കുറേ മോഡ്സ് തപ്പി, കഷ്ടപ്പെട്ടൊന്നല്ല, ഈസിയാണ് ഗൈസ്. നിങ്ങൾക്ക് വേണ്ടി, സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യണേ. അപ്പോൾ ഇതാണ് നമ്മൾ INT HQ ഗൈസ്. എൻ്റെ പേഴ്സണൽ വണ്ടിയാണ് P8 പൊസൈഡൻ. യെസ്, ഞാൻ എയർ കൂടിയാണ് ഗൈസ് പോയാൽ. വണ്ടി സീനാണ്. ഉള്ളിലെങ്ങനെയാണെന്ന് വെച്ചാൽ സാധാ പ്ലെയിന് പറത്തി കൊണ്ടുപോകല്ലേ ഗൈസ്. പാരറ്റ്സ് ഡേഞ്ചറസ് ആണ്, പ്ലെയിൻ പറത്തി കൊണ്ടുപോയാൽ പണി പാളും. പിന്നെ അതാ എമർജൻസി ഡോറ്, ബാത്റൂം ഗൈസ്. ഇതാട്ടോ സീന് സ്ഥലം. കുറേ കമ്പ്യൂട്ടേഴ്സും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയും. ഇത് നേവീൻ്റെ ഗൈസ്. നമുക്ക് താഴത്തേക്ക് ചാടാം. എൻ്റെ പേഴ്സണൽ വണ്ടി നിങ്ങൾ കണ്ട്. ഇനി ഗൈസ്, ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ വലിപ്പം ഇത് ഗൈസ്. ഞാൻ മറ്റേ ട്രെൻഡ് കണ്ട് ചെയ്തതാണ്. ആ ലാവ മുകളിൽ വലിയ ടവറാക്കി ഗൈസ്. സംഭവം എന്താ വെച്ചാൽ ഗൈസ്, എനിക്ക് പെർഫെക്റ്റ് ലൈനിങ് കിട്ടി. കണ്ട, ഇത് കണ്ട പെർഫെക്റ്റ് ലൈനിങ്ങാണ് ചുറ്റും. ഇതേപോലെ തന്നെ എല്ലാം ഇടും ഗൈസ്. അത് മാത്രമല്ല, ഏറ്റവും സീന് മുകളിലാണ്. കണ്ട, ഇതാ ഈ സാധനം ഉണ്ടല്ലോ, ഇതാ ഈ വലിയ റോഡ് ഗൈസ് ഞാൻ ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയല്ലോ. ഒന്ന് നോക്കി, സീൻ പെർഫെക്റ്റ് കളറായിട്ട് ഗൈസ്. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല. എനിക്കിതിൻ്റെ വീഡിയോ ഇടാൻ പറ്റില്ല. എന്താ വെച്ചാൽ ചെറുതായിട്ടൊന്ന് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് ഇടാൻ കഴിഞ്ഞില്ല. ഇനി നമുക്ക് വീടിൻ്റെ ഏറ്റവും താഴെ മുതൽ കാണാം. ആദ്യം തന്നെ ഗൈസ് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കയറി വെക്കാം. ഉള്ളിൽ കയറിയാൽ ആദ്യം തന്നെ ഇത് ഈ റിസപ്ഷൻ പോലത്തെ ചെറിയൊരു സ്ഥലം. റിസപ്ഷൻ പറയില്ല, വെറുതെ ഉണ്ടാക്കി വെച്ചതാണ്. രസത്തിന് ഒരു ഫ്ലോർ വെറുതെ ഉണ്ടാക്കും. പിന്നെ ഇതാണ് ഗൈസ് നമ്മളെ ലിവിങ് റൂം, പേഴ്സണൽ ഹെഡ് ക്വാർട്ടർ. എൻ്റെ പേഴ്സണൽ വീട് കിട്ടും ഗൈസ്. ഇതാ ഇവിടെ കയറിയാൽ ഒരു കേക്ക് ഉണ്ട് കേട്ടോ. എൻ്റെ ഒരു പീസ് ആരാ തിന്നാൻ നോക്കണ്ട, ഞാൻ തന്നെ തിന്നതാ, വിശക്കുണ്ട്. ഇതിൻ്റെ മുകളിൽ കിച്ചൺ കേട്ടോ. സീന് ലൈറ്റ്സൊക്കെ ഇട്ടാ. ഇനിതാ നമ്മളെ ഫുഡ്, ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ്, കപ്പ്. ഇനി ഗൈസ് മുകളിലേക്ക് പോകുമ്പോൾ സീനാ. ഇതാണ് നമ്മളെ ആർമർ റൂം ഗൈസ്. കണ്ട, ആർമേഴ്സൊക്കെ ഉണ്ടാവും ഗൈസ്. ഇതന്നെയല്ലേ ഗൈസ് അടുത്ത ഫ്ലോർ ഗൈസ്. ചെറുതായിട്ടൊന്ന് സീനാട്ടോ. മുകളിൽ പോയൊക്കെ ഇതാണ് എൻ്റെ പെറ്റ് ഡ്രാഗൺസ്. 3 ഡ്രാഗൺസ് ഉണ്ട്. എനിക്ക് പറക്കാൻ കഴിയും. എൻ്റെ പേരൊന്നും എന്താണെന്ന് എനിക്കൊന്നും ഓർമ്മയില്ല, ഓരോ പറയണ്ട. മുകളിലാണ് നമ്മളെ സ്റ്റോറേജ് റൂമെന്ന് ഞാൻ പറയും. ഞാൻ എൻ്റെ സ്റ്റോറേജൊക്കെ എടുത്തേക്കാണ്, പേഴ്സണൽ സ്റ്റോറേജ് റൂം. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മളെ ബാൽക്കണി. കാണിച്ചു തരാം സംഭവം എന്താണ്.
ഗൈസ് ഇവിടെ എന്തൊക്കെ കള്ള വെച്ചാൽ അതോ ഒരു ബാൽക്കണി നൈറ്റിലാവുമ്പോൾ ഗൈസ് അവിടെ ചുറ്റും ഞാൻ അത് എന്താ അവിടെ കണ്ടോ അത് കണ്ടോ അതേപോലത്തെ ഞാൻ ഈ മാപ്പ് ചുറ്റും ലൈറ്റിങ് ഫിറ്റ് ചെയ്ത് വെച്ചിരുന്നു ഗൈസ്. അവിടെ എന്തെങ്കിലും നടന്നാൽ എനിക്ക് ഫുൾ അറിയാൻ പറ്റും പെട്ടെന്ന്. അപ്പം ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് എൻ്റെ ഇത് എന്തായാലും പറഞ്ഞാൽ ഇത് റോളർ കോസ്റ്റർ. ഇത് രാത്രിയാട്ടോ ഗൈസ് സീന്. ഞാൻ ഈ ഫ്രെയിം സീ ലാൻഡർ കൊണ്ടാണ് വെച്ചത്. അപ്പോൾ രാത്രി പോകുമ്പോൾ റെയിൽസ് ലൈറ്റപ്പ് ആകുമ്പോൾ ഒരു ടൈപ്പ് ഫീലിംഗ് ആക്കി. അതാ ഡ്രാഗൺ ട്രൈഡർ ഗൈസ്. താഴെ തന്നെ ഒരു നെതർ പോർട്ടൽ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ വലിയൊരു മൗണ്ടൈൻ്റെ ഒരു കേവിൻ്റെ ഉള്ളിൽ കൂടി ഇറങ്ങി പോകുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കയറി പോകുന്നു ഗൈസ്. അതെന്താ സാധനം എനിക്കറിയില്ല. ഞാൻ ലോഡായപ്പോൾ തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയേക്കാം. അത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ആ ബാൽക്കണി റൂമിൽ ഇപ്പോഴാണ് കാണുന്നത്. അതാ നമ്മളെ P8 പോസൈഡൻ മുകളിലേക്ക് പോയി എത്തി. ഇനി ഗൈസ് റൂംസ് ഇനിയുണ്ട് കേട്ടോ. ഇനി മുകളിൽ പോയാൽ ഇത് ഞാൻ വെറുതെ ഒന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. ജമ്പിങ് പാർക്ക് പറയില്ല, ഒരു വെറുതെ ഒന്ന് എൻ്റെ അനിയൻ പറഞ്ഞപ്പോൾ ഗൈസ്. ഇതിൻ്റെ അടിയിൽ എന്താ വെച്ചാൽ സ്ലൈമാണ് കേട്ടോ. കണ്ടോ, ഇത് സ്ലൈമാണ് കേട്ടോ ഗൈസ്. ഇതിൻ്റെ മുകളിൽ ഞാൻ കാർപ്പറ്റ് വെച്ചതാണ്. അല്ല സ്ലൈം നോക്കുമ്പോൾ അഗ്ലി പോലെ തോന്നും. പിന്നെ ഇത് ആണ് സ്വിമ്മിങ് പൂൾ, നമ്മളെ പൂൾ റൂംസ്. പൂളാണ്. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. ലാസ്റ്റ് ഫ്ലോറാ ഗൈസ്. ബെഡ്റൂം. ഞാൻ കണ്ട ചെറിയൊരു സ്പോട്ട് ലൈറ്റും വെച്ച് ഷെൽഫും ഒക്കെ ചെറിയൊരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി എനിക്ക് ചെറുതായിട്ടൊന്നും സെറ്റാക്കാനുണ്ട് ഇനിയും. ഞാൻ വെറുതെ കണ്ണ് ഷെൽഫും സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വെറുതെ വെക്കുകയാണ്. പഠിപ്പിച്ചൊന്നല്ല കേട്ടോ ഗൈസ്. വിചാരിച്ച് പഠിപ്പിച്ചാണെന്നും പറയാം. മോഡേൺ ഷെൽഫ്. ഇനി ഗൈസ് നമുക്ക് ഡെക്കറേഷൻ എന്തെങ്കിലും ഉണ്ടോ? ഡെക്കറേഷൻ അല്ല, ഡെക്കറേഷൻ ഗൈസ്. ഗാരേജ് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഡെക്കറേഷൻ ബോക്സ് തുറക്കാൻ വയ്യ. എന്താപ്പോ ഗൈസ്, ഇത് വെറുതെ വെക്കണ ബോക്സാ. വെറുതെ ഗൈസ് സാരല്ല, ഞാൻ പിന്നെ നന്നാക്കി കുറച്ച് ലൈറ്റും കാറ്റും വിട്ടു ഗൈസ്. ഇവിടെ അങ്ങനെ ഞാൻ ഗ്ലാസ് ഒന്നും വെച്ചില്ല. ടോപ്പ് ഫ്ലോറാണ്. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ബാൽക്കണി വെക്കും. നമുക്ക് ഇവിടെ ഒന്ന് ലൈറ്റ് ചുറ്റും വെച്ചാലോ? ലൈറ്റ് ഗൈസ് ഏതാ പുതിയ മോഡ്സിലുള്ള ഏതാ വെച്ചാൽ ഒരു ലൈറ്റ് ബോക്സാ. ഇതാ ക്രിസ്മസ് ലൈറ്റ് ഉണ്ട്, സൺലൈറ്റ് ഉണ്ട് ഗൈസ്. ഇതെന്താ സാധനം എന്ന് ഞാൻ പറഞ്ഞുതരാം. എടുക്കുക. ഇത് വേണം LED ലൈറ്റ് ബാർ. ക്രിസ്മസ് ലൈറ്റ്സും എടുക്കുക. സ്പോട്ട് ലൈറ്റ് എന്തിനാ? ഇവിടെ സ്റ്റേജ് ഒന്നും ഇല്ലല്ലോ. എവിടെ ഇതെന്താ ഗൈസ് ലൈറ്റ് ബോക്സ് പറയുമ്പോൾ വെയിറ്റ് ഇല്ലാത്ത ബോക്സാണോ ഗൈസ്? സംഭവം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. ഇനി നമ്മളെ ലൈറ്റ് ക്രിസ്മസ് ലൈറ്റ്, ക്രിസ്മസ് അല്ലാന്നറിയാം.
എന്നാലും ഗൈസ് വെറുതെ ഒരു രസം, ചെറിയൊരു വൈബ് പോലെ. ഗൈസ് എനിക്ക് കഴിയുന്നത്ര സ്ഥലത്ത് ഞാൻ വെറുതെ ഇങ്ങനെ ലൈറ്റ് പിടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ ലൈറ്റ് കത്തുമോ ഇല്ലയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നമുക്ക് കത്തിച്ചോക്കാം, റെഡ് സ്റ്റോൺ വെച്ചോക്കാം, എങ്ങാനും കത്തിയാലോ. LED ലൈറ്റ് ബാർ, ഇതൊരു നല്ല ലൈറ്റ് ആട്ടോ, നല്ലൊരു ലൈറ്റാണ്, നല്ല ലൈറ്റാണ്. പക്ഷെ ഇതിവിടെ വെക്കണ്ടല്ല ഗൈസ്, അട്ടത്ത് വെക്കേണ്ട ലൈറ്റാണ്. സൈഡിലും ഇങ്ങനെ വെക്കാം, പക്ഷെ ആ കമ്പി പൊന്തിക്കണ കൊണ്ട് രസം ഉണ്ടാവില്ല. ഇനി ഗൈസ് നമുക്ക് റെഡ് സ്റ്റോണിനോണ്ട് ലൈറ്റപ്പ് ആക്കി വെക്കാം. ഗൈസ് റെഡ് ഫ്ലോർ ലാമ്പാ, ഇതെന്തത് റെഡ് സോഫ. ഇപ്പൊ ഗൈസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇപ്പൊ ഗൈസ് നമുക്ക് ഒന്ന് ഉപയോഗിക്കാത്. ടോയ്ലറ്റ്, യെസ് ഓൾവേസ് ടോയ്ലറ്റ് വേണോ? അപ്പോൾ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞൊരു പണിയുണ്ട്. ഇതെന്തിനാന്ന് സൺലൈറ്റ് കാണിച്ചു തരാം. ഗൈസ് കുറച്ചൊന്ന് വലുതാവണ കുഴപ്പമില്ല കേട്ടോ. ഇനി ഗൈസ് ട്വിസ്റ്റ് ഇവിടുന്ന് അങ്ങോട്ടാട്ടോ ഗൈസ് വരുന്നത്. കുറച്ചും കൂടി വലുതാക്കണം ഗൈസ്. ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചില ആൾക്കാർക്ക് കിട്ടോ, കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല സാധനം എന്താന്ന്. മനസ്സിലായവരും അവരെ പേരൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ വെച്ച് നോക്കാം. ഓക്കെ ആവുന്നുണ്ട്. ലൈറ്റ് കട്ടാക്കാം. ഇനിയാണ് ഗൈസ്, ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് ട്വിസ്റ്റ്. ഇവിടുന്ന് അങ്ങോട്ടാണ് ട്വിസ്റ്റ് ഗൈസ്. നമുക്ക് നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഉള്ളിൽ പോയേക്കാം. ഉള്ളിൽ ഗൈസ് അവിടുന്ന് ഹോളില്ല കേട്ടോ, ഞാനവിടെ അടച്ച് കൊണ്ട് ഹോളില്ല. നമുക്ക് ഏറ്റവും മുകളിൽ പോയിട്ട് നോക്കാം എന്താവുമെന്ന്. വർക്കാവില്ല നോക്കാം. മനസ്സിലായൊരു കമൻ്റ് കേട്ടോ. ഗൈസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എനിക്കറിയാം നിങ്ങൾക്ക് മനസ്സിലായിന്ന്. ഗൈസ് ഇതിപ്പോൾ എങ്ങനെ അങ്ങോട്ട് വരിക, എങ്ങനെ വെക്കുക? ഗൈസ് എന്താ ഇവിടെ വെക്കണ്ടേ? ഗൈസ് പണി പാളിയൊന്നു ഒരു സംശയമുണ്ട്. ഗൈസ് എല്ലാവർക്കും മനസ്സിലായിണ്ടാവും. ഗ്ലാസ് ഇത്രയും കഷ്ടപ്പെട്ട് ദീനാണോന്ന് ചില ആൾക്കാർ വിശ്വസിക്കുക. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാ ഗൈസ്. ഇത് വേണ്ട, അതിന് പകരം
ടേബിൾ ഉണ്ടോ? ടേബിൾ. യെസ്. ഗൈസ്, ഈ സാധനങ്ങളൊന്നും ഞാൻ അങ്ങനെ കണ്ടില്ലട്ടാ. ഇതൊക്കെ ഇവിടെ ഉണ്ടേനി. നമ്മളെ നൈറ്റ് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. പോക്ക യൂസ്ലെസ്. അപ്പോൾ ഗൈസ് എല്ലാം ശരിയായി. ഇനി വേണ്ടത് മോഡേൺ റൂം ടേബിൾ പ്ലസ് സോഫ. ഗൈസ് സോഫ ഏതാ എടുക്കുക? റെഡ് കളർ എടുക്കുക ഗൈസ്. ഐ എം സോറി ഗൈസ്, എൻ്റെ ഫേവറേറ്റ് കളർ ആയതുകൊണ്ടാ. നിങ്ങളെ ഫേവറേറ്റ് കളർ കമൻറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഫോൾഡിങ് ഭാഗം ഇവിടെ. ഒരു ഫോൾഡ് കിട്ടി, 2 ഫോൾഡും കിട്ടി. ഇനി എന്താ ഉള്ളത്? ഇനിയൊന്നുമില്ലല്ലോ ഗൈസ്. ഇനി നമുക്ക് കിടന്നുറങ്ങിയിട്ട് എണീക്കാം. സ്ലീപ്പിംഗ് ത്രൂ ദ നൈറ്റ്. യെസ്, നൈസ്. കഴിഞ്ഞു. എൻ്റെ മൈൻക്രാഫ്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ വെച്ചാൽ പറക്കുക, സാധനങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ മൈൻക്രാഫ്റ്റിൽ ഫിസിക്സ് ഇല്ല, ലോസ് ഇല്ല. ന്യൂട്ടൺസിൻ്റെ ലോസൊക്കെ മൈൻക്രാഫ്റ്റിൽ ചത്തിറക്കുക ഗൈസ്. നമ്മളെ ഡൈനിങ് ഹാള് സെറ്റായിട്ട് ഇവരെയും കൊണ്ടൊരു റൗണ്ട് കൊണ്ടുപോവാം. സോഫ റൂം എവിടെ? ഗൈസ്, അപ്പം ഞാൻ ഈ പഴയ ഒന്നിനും പറ്റാത്ത സോഫകളൊക്കെ മാറ്റി. ഓക്കെ ഗൈസ്, ഓക്കെ. ചെറുതായിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ. കാർപ്പറ്റ് ഗൈസ്, ഞാൻ വെറുതെ പൊട്ടിച്ച് നടുവിലൊരു ഹോള് കാണും. അപ്പം നമുക്ക് പണി തുടങ്ങാം. ആദ്യം ഇവിടെ ഇത് പോട്ടെ പോട്ടെ. ഓക്കെ ഓക്കെ, നൈസ്. നൈസ് ആവുന്നുണ്ട് കേട്ടോ ഗൈസ്, ഇഷ്ടപ്പെടുന്നുണ്ട്, സീനായി വരുന്നുണ്ട്. നമുക്ക് ഫുള്ളായിട്ട് സീനാക്കണം. ടേബിൾ തന്നെ ഉള്ളു, നോക്കാം നമുക്ക് ടേബിൾ വേറെ ഇടക്കൊക്കെ ഉള്ളു. ഗൈസ്, ടേബിളിന് പകരം നോ വേ ഗൈസ്, ഞാൻ ഉദ്ദേശിച്ചത് കിട്ടി. കിച്ചണിൽ ഇതൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ലേനി. കിച്ചൺ ഫ്രൂട്ട് ബൗള്, പ്ലേറ്റ് വിത്ത് കുക്കീസ്. ഓക്കെ, നൈസാണ്. കിച്ചൺ കൗണ്ടർ ടോപ്പ്, എന്താ ഇത്? ടോയ്ലറ്റ് അല്ലേ? എന്താ ക്രീക്കിങ്? വുഡൻ ബ്ലാക്ക്, അത് ബാത്റൂമത്തതാ. അപ്പോൾ ഗൈസ്, നമുക്ക് അവിടെ കിച്ചണിനൊന്ന് കുറച്ച് പണി കൊടുക്കാണ്ടിട്ടാ. ഗൈസ്, ഈ ലൊട്ട ലുക്കിംഗ് കിച്ചണൊക്കെ ഇനി മുതൽ എൻ്റെ അണ്ടറിലാണ്. ഇനി മുതൽ ഇവർ നല്ലതാകും. സിങ്ക് കാണും. ഡാർക്ക് സ്ക്രിപ്റ്റിംഗ്
കിച്ചൺ ഫ്ലോർ ഗൈസ് വേണ്ട ഗൈസ്. ഓപ്പൺ. നമുക്ക് എല്ലാം സെറ്റാക്കാം കേട്ടോ ഗൈസ്. ആരും ഒന്നും പൊടിയണ്ട. നിങ്ങൾ അങ്ങോട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയാൽ മതി. സിങ്ക് സെറ്റാക്കട്ടാ. സിങ്ക് സെറ്റായിന്. ഇന്ററാക്റ്റീവ് ആണോ? അല്ല തോന്നുന്നു. ഇനി ഇത് മുകളിൽ വെക്കല്ലേ. ഇത് മതിയാവോ? ഇത് സെറ്റാക്കല്ലേ ഗൈസ്? ഇത് മതിയാവും തോന്നുന്നു. എന്താ വേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇനി നമുക്ക് കുറച്ച് കുക്കീസ് വെച്ച് കൊടുക്കാം. ഫ്രൂട്ട്സിൻ്റെ ബൗളും. കിച്ചൺ സീനായി വരുന്നുണ്ട് കേട്ടോ. വൈറ്റ് ബാത്ത് കവറാണ്. ബ്ലാക്ക് പാറ്റേൺ പെയിൻറ്റിങ്. ഗൈസ് ഓവനില്ല, ഫർണേസ് ഉണ്ട്. ഗൈസ് നമുക്ക് ഇത് മതി തോന്നുന്നു. നമ്മളെ കിച്ചൺ ഫുള്ള് സെറ്റാവാണ്. ഇനി ഗൈസ് താഴത്ത് പോയിട്ട് ഒരു പണിയുണ്ട്. എനിക്ക് ഇഷ്ടമല്ലാത്ത എന്താ വെച്ചാൽ അട്ടത്തിലെ സാധനം നിൽക്കുള്ളൂ. ഒരു സാധനത്തിൻ്റെ ഇത് ഇതേപോലത്തെ സ്ലാബ് വെച്ചാൽ അതിൻ്റെ മുകളിൽ അട്ടത്ത് ഇങ്ങനെ പറന്ന് നിൽക്കൂട്ടോ ഗൈസ്. അതൊക്കെ ഇഷ്ടമല്ല. ഓക്കെ, ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. എന്താ കിച്ചണ്, അതിൻ്റെ മുകളിൽ ആർമറോ എന്തൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു. ഷെൽഫ് നമുക്ക് മുകളിൽ ഗൈസ്. ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞു ഈ ആരാ എടുക്കുക? മാഗ്നസ് അയച്ചു വരുമോ? യപ്പ് ഗൈസ്. ഇനി നമുക്ക് മറ്റേ സാധനം പോയൊക്കെ നമ്മൾ റോളർ കോസ്റ്ററിൽ പോകുമ്പോൾ കണ്ടേ. അതാ ഗൈസ് ഒന്നെന്തായിത്തേക്കുക പോലെ 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 ഗൈസ്. ഒന്നും കൂടി പോയേക്ക. സംഭവം എന്താ എപ്പോ എൻ്റെ ഡ്രാഗണോടെ ഗൈസ്? ഈ ഐസിൻ്റെ ഡ്രാഗൺ ഗൈസ് ഇന്ത്യയിൽ ഓൾറെഡി ഒന്നുണ്ട്. NPC ഡ്രാഗൺസ് എങ്ങനെ സ്പോണായ? ഇതിൽ NPC ഡ്രാഗൺസ് ഉണ്ട്. അല്ല ഇത് എനമീസ് അല്ല ഗൈസ്. വീട്ടോ ഗൈസ്. ഞാൻ താഴത്തേക്ക് പോണ സ്വിച്ചാ വിചാരിച്ച് നെക്കി. അപ്പം നമുക്ക് ആദ്യം നമ്മളെ യൂട്യൂബ് ചാനൽ അങ്ങോട്ട് നിർത്താം. ഞാൻ പറഞ്ഞു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണമെന്ന് ഉറപ്പാക്കാം. അതിൻ്റെ മുമ്പ് ഗൈസ് നിങ്ങൾ ഇതാക്കണ്ട, സീനാക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ ആ പ്ലെയിൻ ഓടിക്കാൻ പോവാം. ഞാൻ ഇതുവരെയായിട്ട് ഓടിച്ചില്ല എന്നല്ല, കുറേ ഓടിച്ചാണ്. പക്ഷെ ഇപ്പം അടുത്തൊന്നും ഓടിച്ചില്ല. കാരണം ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ കുറേ പണി ഉണ്ടായിരുന്നു.
ഗൈസ് ആ പ്ലെയിൻ പറത്തിയിട്ടുണ്ട്. പ്ലെയിൻ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഞാനത് അങ്ങനെ ദൂരത്ത് എടുക്കില്ലേ, കാരണം അത് കുറച്ച് ഹാർഡായിട്ട് പറപ്പിക്കാൻ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ നിർത്തുകയാണ്. ബൈ ബൈ, സീ യു.